തനിക്ക് കടന്നു പോകേണ്ട വഴിയിൽ നിൽക്കുന്ന ആളോട് വഴി മാറാൻ ആവശ്യപ്പെടുന്ന ഒരു കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. വഴിയിൽ നിൽക്കുന്ന ആളുടെ തൊട്ടു പിന്നിലെത്തിയ ആന കാലുകൊണ്ട് മണ്ണ് ചവിട്ടിത്തെറിപ്പിച്ചാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം. നിതിൻ തോമസ് ഉണ്ട് തത്സമയം. നിതിൻ, ഗുഡ് മോർണിംഗ്. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് ആന എന്ന് പറയും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് സങ്കടകരമായ അനുഭവങ്ങളും ആന തന്നു. പക്ഷെ ഇവിടെ വൈറലായൊരു ദൃശ്യമാണ് ആന മുന്നറിയിപ്പ് കൊടുക്കുന്നത് വഴി മാറാൻ, അല്ലേ? തീർച്ചയായിട്ടും മൂത്തി, ഈ പ്രകൃതി എന്ന് പറയുന്നത് നമുക്കറിയാലോ, എപ്പോഴും ഒരു അത്ഭുതമായിട്ട് നമ്മൾ നോക്കിക്കാണുന്ന ഒരു വസ്തുത തന്നെയാണ് പ്രകൃതി. ജീവജാലങ്ങൾ, അതിലെ മനുഷ്യരെ പോലെ തന്നെ ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന മൃഗങ്ങൾ. നമ്മൾ തന്നെ പല മൃഗങ്ങളുടെയും വന്യജീവികളുടെയും ഒക്കെ പല വാർത്തകളും കൊടുക്കുന്നുണ്ട്. ആന ആക്രമിക്കുന്ന വാർത്തകളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതെങ്കിലും ഇത്തരത്തിലുള്ള നല്ല വാർത്തകൾ വരുമ്പോൾ അതും നമുക്ക് പങ്കുവെക്കണം. എന്തായാലും പങ്കുവെച്ച് മതിയാവും. അതാണ് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇത് ഇന്ന് പങ്കുവെക്കണമെന്ന് തോന്നാൻ തന്നെ ഉണ്ടായ ഒരു കാരണം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്ന കൂട്ട് തന്നെ കാട്ടാന നടന്നു വരികയാണ്. വഴിയിൽ നിൽക്കുന്ന ഒരു ചേട്ടനെ കാണുന്നു. തനിക്ക് കടന്നു പോകേണ്ട വഴിയാണെന്ന് ആന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? ദേഹത്തൊന്ന് തട്ടും, അല്ലെങ്കിൽ ചേട്ടാ ഒന്ന് വഴിമാറ് എന്ന് പറയും. അതുപോലെ തന്നെ ആനയുടേതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് മണ്ണ് തെറിപ്പിക്കുന്നു, എനിക്ക് പോകണം എന്നുള്ളൊരു സൂചന നൽകുന്നു, തന്നിലേക്കൊരു ശ്രദ്ധ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആ ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് പിന്നിലൊരു ആനയെ കണ്ടപ്പോൾ ഉള്ള ഒരു ഭയം നമുക്ക് മുഖത്ത് കാണാം. പെട്ടെന്ന് ഓടി മാറുന്നു. നേച്ചർ ഈസ് അമേസിങ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഈ എക്സ് പേജിൽ പങ്കുവെച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു ഈ വീഡിയോ ഈ ദൃശ്യങ്ങളെന്ന് പറയുന്നത്. ഇത് ഏത് നാട്ടിൽ നിന്നുള്ളതാണെന്ന് പോലും അവരതിൽ ഷെയർ ചെയ്തിട്ടില്ല. പ്രകൃതിയിലെ ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ ഒരു അത്ഭുത കാഴ്ച എന്ന രീതിയിൽ മാത്രം പങ്കുവച്ചിരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. ഒരു 23 സെക്കൻഡ് മാത്രമാണ് ഇതുള്ളത്. ഇതിന്റെ അത്ഭുതങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ് പ്രകൃതി. മൃഗങ്ങളും പക്ഷികളും ജീവജാലങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരുക്കുന്ന കൗതുകകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ ഇവരുടെയൊക്കെ കാര്യത്തിലേക്ക് അമിതമായി ഇടപെടുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരും തിരിച്ചങ്ങനെ തന്നെ പ്രതികരിച്ചു പോവാറുണ്ട്. അല്ലെങ്കിൽ അവരുടേതായ രീതികളിലേക്ക്, അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മറ്റെന്തെങ്കിലും കടന്നു വരുന്നു എന്നുള്ള ഭയത്തിൽ നിന്നൊക്കെ ആയിരിക്കാം പലപ്പോഴും പ്രതികരിച്ചു പോകുന്നത്. അപ്പോഴും കൗതുകകരമായ സ്നേഹത്തോടെയുള്ള ഇത്തരം കാര്യങ്ങൾ അത് സന്തോഷം തരുന്നതാണ്.